ഓ അപ്പൊ മൂന്നുപേരും എന്നെ അടിച്ച് പഞ്ഞിക്കിടാനാണെന്ന്. എങ്കിൽ പിന്നെ വാടാ നമുക്ക് ഫൈറ്റ് ചെയ്യാം. ഏതിന് അവനും പറഞ്ഞ ഉടനെ ഷൗമിയാണ് ദേഷ്യത്തി ഞങ്ങൾ അടിക്കത്തില്ലടാ, അടിക്കാൻ വേണ്ടി ഒരു ഗാങ്സ്റ്റർ ആൾക്കാർ വരുമെന്ന് പറഞ്ഞ് ഇവരുടെ ഫ്രണ്ട്സിനെല്ലാം ഗാങ്സ്റ്റർ ലുക്കി വിളിച്ചോണ്ട് വരും. അതിലെ മെയിൻ ബോസ് നമ്മുടെ ലിയ. അപ്പനാണ് ജിന്നും എടാ ഞങ്ങളുടെ പിള്ളേരായിട്ട് നീ എന്തോ പ്രശ്നം ഉണ്ടാക്കുന്നത്, ഇതൊക്കെ ഞങ്ങളുടെ ചേട്ടന്റെ ആൾക്കാരാ. ഏതിന് അവന്മാർക്ക് ചാടി അടിക്കാൻ പോകുമ്പോൾ ലിയാണ് അവർ തടയും. വെയിറ്റ്, ഇവിടെ ഞാനാണ് ബോസ്. ഡേ ചെറുക്ക നിന്റെ പേരെന്തുവാടാ? ഏതിന് ഇവന് ചോദിക്കുമ്പോൾ തന്നെ പറയുന്ന അവന്റെ കൂട്ടുകാരനും ബോസെ നിങ്ങളിങ്ങനെ സംസാരിച്ചിക്കണ്ട, അവനടിച്ച് പഞ്ഞിക്കിട്. എന്നിട്ട് ഇവന്മാരൊക്കെ ശബ്ദം ഉണ്ടാക്കുമ്പോൾ അവനാണ് മൊത്തത്തിൽ പേടിച്ചു പോയിട്ട് സോറി ഇപ്പൊ എന്തോ അവള് പുറത്തേക്ക് വിടാനല്ലേ, ഞാനിപ്പോ ഡോർ അൺലോക്ക് ചെയ്യാം. ഏത് മണ്ടനാ പറഞ്ഞ ഡോർ ലോക്ക് ആയി പോയെന്ന്. ലിന്നെ നീങ്ങ വന്നേ, നിന്റെ ഫ്രണ്ട്സ് ഒക്കെ വെയിറ്റ് ചെയ്യുന്നു. എന്നിട്ട് അവള് പുറത്തേക്ക് ആക്കിയതോടെ ലിയാണ് അവനോട് പറയും എടാ മാക്രിത്തലയാ, ഇവൾ എന്റെ പെൺകുട്ടി, അവളെ തൊട്ടാ നീ ചത്ത്. എന്നിന് അവനും പറയുമ്പം ബാക്കിയെല്ലാരും കൂടെ ബോസ് പറഞ്ഞ് മനസ്സിലായടെന്നറിഞ്ഞ് ഓരോരുത്തരായിട്ട് പേടിപ്പിക്കും. അപ്പനാണ് അവനും മനസ്സിലായി. എന്നിന് അവനും പേടിച്ചിരിക്കുമ്പോൾ മനസ്സിലായെങ്കിൽ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോടാ പട്ടിന്ന് അവനെ പറഞ്ഞിടുമ്പോഴാണ് ഇവനാണ് ഒരു സെക്കൻഡ് ഷോക്കായിട്ട് ചേട്ടാ നിങ്ങൾക്ക് ഡയലോഗ് മാറിപ്പോയെന്നാ തോന്നുന്നത്, ഇതെന്റെ വീടാ, നിങ്ങളല്ലേ ഇവിടെ നിന്ന് ഇറങ്ങി പോകണ്ട. എന്നിന് ഇവനും പറഞ്ഞോടെ ബോസാണ് ചിരിച്ചിട്ട് എന്തുവാടാ ഞാനിപ്പം പറയണ്ട. എന്നിന് അവനും പെട്ടെന്ന് ചിരിക്കാൻ തുടങ്ങും. അങ്ങനെ ഇത് കണ്ട് എല്ലാരും ചിരിക്കുമ്പോഴാണ് രൂക്ഷയാണ് കണ്ടിന്യൂ ചെയ്യും ബോസ് നിങ്ങളിരുന്നോ, നിങ്ങളൊരു സ്ഥലത്ത് വന്നാൽ തന്നെ നിങ്ങളുടെ വീടായിട്ട് മാറത്തില്ല. എന്നിന് അവൻ അവിടുന്ന് ഇവരെ കണ്ടിന്യൂ ചെയ്യാൻ പറയുമ്പം ജിന്നാനെ കണ്ടിന്യൂ ചെയ്യും. ആണാണ് ഇന്നത്തൊട്ട് ഇത് ഞങ്ങളുടെ വീടാ. എന്നിന് ഇവരൊക്കെ അവനെ പേടിപ്പിച്ച് പറഞ്ഞേക്കും. അതിനുശേഷം ഇവരൊക്കെ ലിന്നെന്തെങ്കിലും കുഴപ്പമുണ്ടെന്ന് ചോദിക്കുമ്പോൾ ലിയാണ് പേടിച്ചു പോയിട്ട് എന്റെ പൊന്നോ എനിക്കൊന്ന് ഹീറോ ആവണ്ട, എനിക്ക് ഹീറോ തന്നെ സഹിക്കാൻ വയ്യ, കുറച്ച് പാൽ കുടിച്ചാലേ സമാനമാകത്തുള്ളൂ. എന്നിന് അവനും പറഞ്ഞിട്ട് ഇവരെല്ലാം കളിയാക്കി ചിരിക്കും. അപ്പനാണ് ഇതേ കണ്ട് ലിന്നും കരഞ്ഞോണ്ട് സോറി ഞാൻ കാരണം നിങ്ങൾക്കെല്ലാം പ്രശ്നം ഉണ്ടാക്കി. എന്നിന് അവള് വിഷമിക്കുമ്പോഴാണ് സൗമ്യം ലിൻ നീ എന്തിനാ സോറി വയ്ക്കുന്നത്, നീ തെറ്റും ചെയ്തില്ലല്ലേ, പോരാതെ നിന്റെ വീട്ടിലെ അവസ്ഥ മനസ്സിലാക്കാതെ ഞങ്ങളെല്ലാം നിന്നെ കുറ്റം പറഞ്ഞു. എന്നിന് എല്ലാരും കൂടെ അവളോർത്ത് വിഷമിക്കുമ്പോഴാണ് ഇവളാണ് മറ്റേ റൂംമേറ്റിനോട് താങ്ക്സ് പറയും. അപ്പോഴാണ് അവളും താങ്ക്സ് എന്നോടൊന്നും പറയണ്ട, ഈ പ്ലാനൊക്കെ ചെയ്ത സൗമ്യ. എന്നിന് അവളും പറയുമ്പോഴാണ് ആ ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നത്. യുവാനും നമുക്കൊരു ഐഡിയ ആലോചിക്കാന്ന് പറഞ്ഞപ്പോൾ അവനായിരിക്കും ഇങ്ങനെ ഒരു ഡ്രാമ നടത്തിയാലെന്ന് പറഞ്ഞ് സൗമ്യയോട് പറഞ്ഞ് അതിനുശേഷം അവൾ എഴുതിയ കഥയും കൊണ്ട് ഇവരിവിടെ ചെല്ല ആക്ട് ചെയ്ത് അതുകൊണ്ട് പക്കമായിട്ട് ചെയ്തു കൊടുത്ത് എല്ലാവർക്കും താങ്ക്സ് പറഞ്ഞിടനെ അവന്മാരാണ് മൊത്തത്തിൽ ഹാപ്പി ആകും. അപ്പോഴാണ് പെട്ടെന്ന് ലിന്നും ബോധം കെട്ട് വിടുന്നത്. അങ്ങനെ ഇത് കണ്ട് ഇവരെല്ലാം പേടിച്ച് അവളെ വിളിച്ചുകൊണ്ട് ആശുപത്രിയിലേക്ക് പോകും. അങ്ങനെ അതിനുശേഷം ഇവളെ വിളിച്ചുകൊണ്ട് പുറത്തേക്ക് വരുമ്പോഴാണ് സത്യത്തിൽ അവൻ നിന്റെ ചേട്ടനാണെന്ന് പറഞ്ഞ് ഇവരെ കോരച്ചൊന്നും ചോദിച്ചുകൊണ്ടിരിക്കും. അപ്പോഴാണ് ലിയും ഇവൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് ഇവരോടൊക്കെ പറഞ്ഞ് സഹായിക്കാന്ന് പറയുമ്പോൾ മറ്റേ സ്ട്രിക്റ്റ് ആയിട്ടുള്ള സാറിനോട് പറഞ്ഞാലും അദ്ദേഹത്തിന് നല്ല മനസ്സാന്ന് പറഞ്ഞ് ഇവരൊക്കെ ഓരോ കാര്യം പറയും. കാരണം സ്ട്രിക്റ്റ് ആയിട്ടുള്ള സാറ് പൈസ ഇല്ലാത്തവർക്കൊക്കെ ഡെയിലി ഫുഡ് വാങ്ങിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഇതൊക്കെ കേട്ട് അവളാണ് എനിക്കൊന്നും കുഴപ്പമില്ല, എന്തായാലും ഇതിനു മുമ്പ് ഞാൻ നിങ്ങളോട് കുറെ തെറ്റ് ചെയ്തിട്ടുണ്ട്, പ്രധാനമായിട്ട് യുവാന്റെ കൂട്ടുകാരോടും പിന്നെ എന്റെ റൂംമേറ്റോടും, അതുകൊണ്ട് നിങ്ങളൊക്കെ എന്നെ ക്ഷമിക്കണം. എന്നിട്ട് അവൾ സോറി പറയുമ്പോൾ അവളാണ് മനസ്സ് അറിയിട്ട് അതൊന്നും കുഴപ്പമില്ല, അതൊക്കെ കഴിഞ്ഞ കാര്യമല്ലേ, കൂടാതെ എന്റെ അടുത്ത് നിന്ന് എടുത്ത പൈസ എല്ലാം നീ എനിക്ക് തിരിച്ചടച്ചില്ലേ, പിന്നെ എന്നെ സോറി ചോദിക്കുന്നത്. എന്നിട്ട് അവരൊക്കെ സംസാരിക്കുമ്പോഴാണ് ഷൗമിയാണ് ഡ്രാമ പൊളിയായതുകൊണ്ട് എല്ലാവർക്കും ഐസ്ക്രീം വാങ്ങിച്ചു തരാൻ പറയും. അപ്പനാണ് പെട്ടെന്ന് ലിന്നും അത് മറന്നുമില്ല, നമ്മുടെ ഡ്രാമ എങ്ങനെ ഉണ്ടായിരുന്നു. എന്നിട്ട് അവളും ചോദിച്ചോടെ ഇവെല്ലാം സന്തോഷത്തി ഭാഗ്യത്തിന് ഹീറോയിനായിട്ട് ഷൗമി ആക്ട് ചെയ്തെന്ന് പറയും. അങ്ങനെ ഇത് കേട്ടതോടെ അവളും കുറച്ച് സങ്കടത്തിലാകും. യുവാന് ഹീറോയിനായിട്ട് ഷൗമിയും നല്ലോണം ചേരും. എന്നിട്ട് അവളും കുറച്ച് വിഷമിച്ചിരിക്കുന്ന ഷൗമിയാണ് മനസ്സിലാക്കും. അപ്പനാണ് ഇതുണ്ട് രൂക്ഷ്യം എന്തായാലും നടന്നേ കഴിഞ്ഞില്ല, ഇന്ന് നമ്മൾ വരാൻ വന്ന പരീക്ഷയെ കുറിച്ച് ഓർത്ത് വിഷമിക്കും. എന്നിട്ട് അവനും പറഞ്ഞ ഉടനെ ലിന്നാണ് പെട്ടെന്ന് യുവാനോട് എങ്കിൽ പിന്നെ ഫ്രീ സമയത്തൊക്കെ നമുക്ക് സീക്രട്ട് പ്ലേസ് വെച്ച് പഠിക്കാന്ന് യുവാനോട് പറയും. പക്ഷെ അവനും കുറച്ച് അൺകംഫർട്ടബിൾ ആയി എങ്കിൽ പിന്നെ എല്ലാവരും കൂടെ ഒരുമിച്ച് പഠിക്കാന്ന് അവൻ ബാക്കി എല്ലാവരും വിളിക്കും. പക്ഷെ ഇത് കേട്ട് രൂക്ഷയാണ് സോറി ഗൈസ് പക്ഷെ എനിക്ക് വരാൻ പറ്റത്തില്ല, നിങ്ങളൊക്കെ പോയി പഠിച്ചോ. എന്നിട്ട് അവൻ സംസാരിക്കുന്ന കേട്ട് ഷൗമിക്ക് എന്തോ വിഷമം തോന്നും. അപ്പനാണ് അതേസമയം അവനൊരു ഫോൺ കോൾ ഇരുന്ന് അതോടെ അവൻ അവിടെ നിന്ന് പോകുമ്പോഴാണ് യുവാനാണ് ഇത് മനസ്സിലാക്കി ഞാൻ പോയി അവന് നോക്കിയിട്ട് തരാന്ന് പറഞ്ഞ് ഷൗമിയെ സമ്മാനപ്പെടാൻ പറയും. അപ്പനാണ് രൂക്ഷി ഫോണിൽ സംസാരിച്ചതിന് ശേഷം ഇവനാണ് അടുത്തേക്ക് ചെല്ലും. എടാ എന്തോ പറ്റി, നീ എന്റെ അടുത്ത് സത്യം മറച്ചു വെക്കേണ്ട ആവശ്യമൊന്നുമില്ല, എന്റെ അച്ഛൻ പറഞ്ഞായിരുന്നു നിന്റെ അച്ഛന്റെ കമ്പനി വിൽക്കാൻ പോവാന്ന് അറിഞ്ഞല്ല, സത്യമാണത്. എന്നിന് യുവാനും ചോദിക്കുമ്പോഴാണ് അവനും കുറച്ച് വിഷമിച്ച് ആണെന്ന് പറയും. അതിനുശേഷം അവന്റെ അവസ്ഥയെ കുറിച്ച് ഇപ്പൊ ഒന്ന് ഷൗമിയോട് പറയണ്ടെന്ന് പറയുമ്പോൾ അവളുടെ അടുത്ത് പറയാതിരിക്കുന്ന കുറച്ച് മോശമില്ലെന്ന് ഇവനും ചോദിക്കും. അപ്പോഴാണ് രൂക്ഷിയും യുവാൻ അവളോട് പറഞ്ഞ പിന്നെ അവളും മൊത്തത്തിൽ വിഷമത്തിലാം, ഞാൻ കാരണം അവളുടെ മൂഡ് സ്പോയിൽ ചെയ്യുന്നില്ല, ശരി എന്നാ എനിക്കിപ്പോ ഒരു ബ്രോക്കറിനെ കാണാൻ പോകണം, ഞാൻ പോവാന്ന് നീ അവളോട് പറഞ്ഞേക്ക്, പ്രശ്നമൊക്കെ സോൾവ് ആയതോടെ ഞാൻ തന്നെ അവളോടെല്ലാം പറഞ്ഞോളാം. എന്നിട്ട് രൂക്ഷ്യം പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകും. അതിനുശേഷം അവന് ആ ബ്രോക്കറിനെ കണ്ട് സംസാരിക്കുമ്പോഴാണ് അദ്ദേഹം ഒരു നല്ല വിലയ്ക്ക് ഇവരുടെ കമ്പനി വിറ്റരാന്ന് പറയും. അപ്പോഴാണ് അവൻ ആ ഡോക്യുമെന്റ് ഒക്കെ അച്ഛനോട് കാണിച്ചിട്ട് പിന്നെ പറയാന്ന് പറയും. അങ്ങനെ രാത്രി അവനും പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവന്റെ അച്ഛനാണ് ഫുള്ള് കുടിച്ചിട്ട് വീട്ടിലേക്ക് വന്നങ്ങ് വീഴും. അപ്പോഴാണ് ഇത് കണ്ട് അവനും പേടിച്ച് അടുത്തേക്ക് ചെന്ന് അച്ഛാ നിങ്ങളുടെ ഫേസിലൊക്കെ ഒന്ന് മുറിവിരിക്കുന്നത്, നിങ്ങൾക്ക് എന്തോ പറ്റി. എന്നിട്ട് അവൻ ചോദിക്കുമ്പോഴാണ് അച്ഛനും മോനെ രൂക്ഷി അച്ഛനൊന്നും കുഴപ്പമില്ല, ഞാൻ വരുന്ന വഴിക്ക് ഒന്ന് വീഴുന്ന, മോൻ ഒന്നിനും കുറിച്ച് വിഷമിക്കണ്ട, നമ്മുടെ കമ്പനി നഷ്ടത്തിലായാലും അത് വിറ്റ പൈസയും കൊണ്ട് നിന്റെ അമ്മ എങ്ങനെയൊക്കെ രക്ഷിക്കും, മോൻ പഠിത്തത്തിൽ മാത്രം ഫോക്കസ് ചെയ്താൽ മതി. എന്നിട്ട് അവനെ ആശ്വാസപ്പെടുത്തി അച്ഛനും പറഞ്ഞയക്കുമ്പോഴാണ് ഇവനാണ് അച്ഛന് കുടിക്കാൻ വേണ്ടി വെള്ളം കൊണ്ടുവരാൻ പോകും. അപ്പോഴാണ് ഇവൻ പോയ സമയം നോക്കി അച്ഛൻ അവിടെ നിന്ന് കരയുന്നുണ്ട്.
ഇവനും കരച്ചിൽ വരും. എന്നിട്ട് ഇപ്പൊ അതേസമയം യുവാന്റെ അമ്മയാണ് അവരുടെ ഇരിക്കുന്ന പൈസ എല്ലാം യുവാന്റെ അച്ഛൻ്റെ കൊടുക്കും. എന്നിട്ട് രൂക്ഷയുടെ അമ്മയുടെ സർജറിക്ക് ഇത് സഹായപ്പെടുന്ന അറിയുമ്പോഴാണ് അവിടേക്ക് ഇരുന്ന് യുവാനാണ് ഇത് കേൾക്കും. അമ്മേ, നിങ്ങൾ ആരെ കുറിച്ച് സംസാരിക്കുന്നത്? രൂക്ഷയെ കുറിച്ചാണ്. അവന്റെ വീടും അപ്പൊ സീൽ ചെയ്തോ? അപ്പൊ അത്രയ്ക്ക് സീരിയസ് ആയിട്ടാണ് കാര്യം പോകുന്നത്. എന്നിട്ട് ഇവനെ വിഷമിക്കുമ്പോഴാണ് അവന്റെ അമ്മയെ അടുത്തേക്ക് വന്നിട്ട്, മോനെ, അതൊക്കെ പെട്ടെന്ന് സോൾവ് ആയിക്കോളും. നിന്റെ അച്ഛൻ ഒരു ലോയറിനെ ഒപ്പിച്ചിട്ടുണ്ട്, നീ പോയി കിടക്കാൻ നോക്ക്, നിനക്ക് നാളെ ക്ലാസ് ഇല്ല. എന്നിട്ട് അമ്മയും പറയുമ്പോഴാണ് അച്ഛനും, അയ്യോ നീ ഇതിനെ കുറിച്ച് വിഷമിക്കേണ്ട ആവശ്യമില്ല, അമ്മയും അച്ഛനും കൂടെ അവരെ പറ്റുന്നത്ര സഹായിക്കാം. നീ ജർമ്മനി പോകുന്നത് പെട്ടെന്ന് തീരുമാനം എടുക്കാൻ നോക്ക്, കാരണം ഇപ്പൊ തന്നെ ടിക്കറ്റ് ഒക്കെ ബുക്ക് ചെയ്യാനുണ്ട്. എന്നിട്ട് ഇവരവനെ പറഞ്ഞിരിക്കുമ്പോഴാണ് യുവാനാണ് കുറച്ച് വിഷമിച്ച് അവന്റെ സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചോണ്ടിരിക്കും. അപ്പിനാണ് അവൻ പണ്ട് പറഞ്ഞ പോലെ ഷൗമിയായിട്ടുള്ള കൊച്ചുകാലത്തെ ഫോട്ടോയൊക്കെ ഉള്ളത്. അങ്ങനെ അതൊക്കെ എടുത്ത് സുരക്ഷയായിട്ട് വെച്ചോണ്ടിരിക്കുമ്പോഴാണ് ഇതേ സമയം ഷൗമിയാണ് എന്നോട് നേരിട്ട് കണ്ട് പറയാതല്ലേ പോയെന്ന് പറഞ്ഞ് അവനോട് വിഷമിച്ചോണ്ടിരിക്കും. കൂടാതെ അവൾ അവന് മെസ്സേജ് നോക്കിയാലും അവൻ ആ മെസ്സേജിനൊന്നും റിപ്ലൈ എടുത്തില്ല. അതോടെ അവൾക്ക് ദേഷ്യം വന്നാലും ഇത് കുറച്ച് ഓവറല്ലേ എന്ന് പറഞ്ഞ് ആ മെസ്സേജ് ഒക്കെ ഡിലീറ്റ് ചെയ്യാൻ നോക്കുമ്പോൾ പെട്ടെന്നായിരിക്കും രൂക്ഷി ഫോൺ വിളിച്ച് ഇവിടെ ജനാലൊരു പുറത്തേക്ക് നോക്കാൻ പറയുന്നത്. അങ്ങനെ അവൾ നോക്കുമ്പോൾ അവളാണ് രൂക്ഷിയാണ്. ഇത് കണ്ട് അവൾ സന്തോഷത്തിൽ താഴേക്ക് ഓടിച്ചെന്ന് അവനെ പേടിപ്പിക്കും. അപ്പനാണ് അവനും ചിരിച്ചിട്ട്, സോറി, എന്നെ ഓർത്ത് നീ കുറെ വിഷമിച്ച് കാണില്ല. എന്നിട്ട് ഇവനും പറയുമ്പോഴാണ് അവളും, ഓ അതൊന്നും കുഴപ്പമില്ല, ഈ രാത്രി നീ എന്ത് ഇവിടേക്ക് വന്ന്? നിന്റെ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? നീ പെട്ടെന്നാണല്ലോ അവിടെ നിന്ന് പോയാ? എന്നിട്ട് ഇവള് ചോദിക്കുമ്പോഴാണ് അവനും, ഓ എന്റെ വീട്ടുകാർ നീ അത്രയ്ക്ക് മിസ് ചെയ്യുന്നു, അവിടെ എന്തോ പ്രശ്നം, നീ ഒന്നും വിഷമിക്കണ്ട, ഈ രൂക്ഷിയെ കൊണ്ട് സോൾവ് ചെയ്യാത്ത പ്രശ്നങ്ങളൊക്കെ ഉണ്ടോ? എന്നിട്ട് അവനും പറയുമ്പോഴാണ് ഇവളാണ് അവനെ കണ്ടിട്ട്, രൂക്ഷി നിന്നോട് കള്ളം പറയല്ലേ? എന്നിട്ട് അവളും പറഞ്ഞിട്ട് പോകാൻ നോക്കുമ്പോഴാണ് അവനാണ് അവളെ തടയും. ഷൗമി, ഞാനിപ്പോ ഇവിടെ വന്നത് ഈ ചന്ദ്രനെ കാണാൻ വേണ്ടിയാ, ഇന്ന് അതിനെ കാണാൻ ബ്യൂട്ടിഫുൾ ആണല്ലേ, നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. എന്നിട്ട് അവരും വിഷയമില്ലാണ് ഷൗമിയാണ് ഇവൻ തന്നെ ഒരു ഷൂട്ടിംഗ് സ്റ്റാർ എടുത്ത് അവന്റെ തിരിച്ചു കൊടുക്കും. രൂക്ഷി, നിന്റെ ഡ്രീം അച്ചീവ് ചെയ്തതിനു ശേഷം നീ എനിക്ക് തിരിച്ചെന്നാ മതി. അതേപോലെ ഇത് നമ്മൾ തമ്മിലുള്ള പ്രോമിസ് പോലെ നമുക്ക് ഒരുമിച്ച് ഫിലിം അക്കാഡമി പഠിക്കാൻ പോകാം. എന്നിട്ട് അവളും പറഞ്ഞ ഉടനെ ഇവനാണ് ഷോക്കായിട്ട്, അപ്പൊ നമുക്ക് കോളേജിൽ ഒരുമിച്ച് പഠിക്കാമല്ലേ? എന്നിട്ട് ഇവൻ ചോദിക്കുമ്പോൾ തന്നെ അവൾ നാണിച്ചിട്ട് ബായ് പറഞ്ഞ് അവിടെ നിന്ന് പോകും. അതിനുശേഷം അവൾ വീട്ടിൽ ചെന്നിട്ട് ഫ്യൂച്ചർ സ്റ്റാർ ആയിട്ട് അവൻ്റെ കൂടെ പോകുന്നേക്കാൾ വെച്ച് അവളിവിടെ സന്തോഷപ്പെട്ടുകൊണ്ടിരിക്കും. അതിനുശേഷം അവളും ഞങ്ങൾ ഒരുമിച്ച് തീർച്ചയായിട്ടും ഫിലിം അക്കാഡമി പഠിക്കുമെന്ന് പറഞ്ഞ് അവളൊരു പേപ്പറിനകത്ത് എഴുതി വെച്ചിട്ട് പോകുമ്പോഴാണ് ഇവൾ പുറത്തേക്ക് പോയ സമയം നോക്കി ആ ഒട്ടി വെച്ചിരുന്ന പേപ്പറാണ് ദൂരേക്ക് പറന്നു പോകും. കാരണം ഇവർ തമ്മിൽ ഒരുമിച്ച് പഠിക്കാൻ പോകുന്നില്ലെന്നാണ് വിധി പറയുന്നത്. അങ്ങനെ രൂക്ഷിയും തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോഴാണ് അവന്റെ വീട്ടിലാണ് ഇപ്പോൾ ആകെ ഒരു ബെഡ് മാത്രമേ കാണത്തുള്ളൂ. കാരണം ഇപ്പൊ സർജറിക്ക് പോലും പൈസ ഇല്ലാതെ ഇവരെ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. അതുകൊണ്ട് അവനും ഷൗമി തന്ന സ്റ്റാർ കണ്ടിട്ട് എനിക്ക് നിന്റെ കൂടെ ഫിലിം അക്കാഡമി പഠിക്കാൻ ആഗ്രഹമുണ്ടെന്ന് അവനും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. അതിനുശേഷം അടുത്ത ദിവസം ക്ലാസ് കഴിഞ്ഞിട്ട് രൂക്ഷിയും അവളുടെ എൻട്രൻസ് എക്സാമിന് വേണ്ടി അവൻ കുറച്ച് നോട്ട്സ് ഒക്കെ കൊടുക്കുമ്പോഴാണ് ഇവളാണ് ഇപ്പോഴല്ലേ ഒരു നോട്ട്സ് തന്നെയെന്ന് പറഞ്ഞ് കുറച്ച് ക്ഷീണിച്ചിരിക്കും. അതോടെ അവനും ഞാൻ കുറച്ച് സ്ട്രിക്റ്റ് ആയി പോയെന്ന് പറഞ്ഞ് അതെടുത്ത് മാറ്റാൻ നോക്കുമ്പോൾ നമ്മൾ ഒരുമിച്ച് പഠിക്കാൻ വേണ്ടി ഞാൻ കഷ്ടപ്പെടുന്നു അവൾ വീണ്ടും എടുത്ത് പഠിക്കാൻ തുടങ്ങും. അപ്പിനാണ് അവിടേക്ക് യുവാനിലും കൂടെ ഇവരുടെ ഒരേ കോളേജ് പഠിക്കാൻ പോകുന്ന കാര്യം അറിഞ്ഞ് അവരുടെ സന്തോഷപ്പെടും. അപ്പിനാണ് ഷൗമിയും അവള് റൈറ്ററായിട്ട് മാറുവാണ് ഇവരെല്ലാരും കൂടെ സിനിമയിൽ ഗസ്റ്റ് റോൾ ആയിട്ട് ആക്ട് ചെയ്യിപ്പിക്കാൻ പറയും. ഇതിയുടെ രൂക്ഷയാണ്, സോറി ഞാൻ ഗസ്റ്റ് ആയിട്ടൊന്നും ആക്ട് ചെയ്യാറില്ല. എന്നിട്ട് അവനും പറയുമ്പോൾ എന്റെ സിനിമ ആക്ട് ചെയ്യണം നിനക്ക് ഓസ്കാർ അവാർഡ് കിട്ടണമെന്ന് അവരുടെ ചിരിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കും. അതിനുശേഷം ഇവരും ക്ലാസ്സിലേക്ക് ചെല്ലുമ്പോഴാണ് ലിന്നിനാണ് പരീക്ഷയ്ക്ക് കുറച്ച് മാർക്ക് കുറവായതുകൊണ്ട് അവൾ വിഷമിച്ചിരിക്കും. അപ്പിനാണ് ഇത് കണ്ട് യുവാനാണ് അടുത്തേക്ക് വന്നിട്ട് ഈ തവണ കുറച്ച് ക്വസ്റ്റ്യൻ പാടായതുകൊണ്ട് ഇവൾക്ക് മാർക്ക് കുറഞ്ഞായിരിക്കും എന്ന് പറഞ്ഞ് അവനാണ് ആശ്വാസപ്പെടുത്തും. അതിനുശേഷം അവൻ അവൾക്ക് പഠിക്കാൻ വേണ്ടി അവന് നോട്ട്സ് ഒക്കെ എടുത്ത് കൊടുക്കുമ്പോൾ അവളും കുറച്ച് ഹാപ്പി ആയിട്ട് അവന് താങ്ക്സ് അറിയും. അതിനുശേഷം യുവാനും അവൻ ജർമ്മനി പോകുന്നുണ്ട് ഷൗമിക്ക് രൂക്ഷയും കൂടെ 2 ബോട്ടിൽ ചോക്ലേറ്റ് എടുത്തോണ്ടുപോകും. അങ്ങനെ ഇത് കാണുന്ന ലിന്നാണ് കുറച്ച് സങ്കടപ്പെടും. അതിനുശേഷം യുവാൻ അവരുടെ ക്ലാസ്സിലേക്ക് ചെന്നിട്ട് രണ്ടുപേരും പുറത്തേക്ക് വിളിക്കുമ്പോഴാണ് ഇവരാണ് എന്തോ കാര്യം എന്ന് പറഞ്ഞ് തിരക്കും. അപ്പനാണ് അവനും പ്രധാനപ്പെട്ട ഒന്നുമില്ല, നിങ്ങൾ ബിസി ആയിരുന്നു, ഞാൻ ഈ ചോക്ലേറ്റ് തരാൻ വേണ്ടി വിളിച്ച. എന്നിട്ട് അവൻ അവർ കൊടുക്കുമ്പോൾ ഇവരാണ് അതുകൊണ്ട് ഷോക്കായിട്ട് ഇതെന്തോ പറ്റി പെട്ടെന്ന് എന്തൊരു ചോക്ലേറ്റ്? എന്നിട്ട് അവരും ചോദിക്കുമ്പോൾ യുവാനാണ് സത്യമൊന്നും പറയാതെ ഓ അങ്ങനൊന്നുമില്ല, ഫ്രണ്ട്സ് ആയിട്ട് ഞാൻ തന്നേ ഉള്ളു. പിന്നെ ഷൗമി നിങ്ങളുടെ മാത്സ് കുറച്ച് പാടാന്നറിയാം, അതുകൊണ്ട് നിനക്ക് എളുപ്പത്തിൽ ഞാൻ കുറച്ച് നോട്ടൊക്കെ ഒപ്പിച്ചിട്ടുണ്ട്. എന്നിട്ട് അവൻ അവൾ ഹെൽപ്പ് ചെയ്യുമ്പോൾ അവളാണ് ഇന്നെന്തോ കുറെ ഗിഫ്റ്റ് ആയിരുന്നെന്ന് പറഞ്ഞ് അവനോട് ചോദിക്കും. പക്ഷെ യുവാനാണ് ഇവരോട് അവൻ പോകുന്ന സത്യമൊന്നും പറയത്തില്ല. എന്നിട്ട് ഇവർ എക്സാമിന്റെ റിസൾട്ട് എല്ലാവർക്കും വരുമ്പോഴാണ് ഷൗമിയാണ് ഈ തവണ നല്ല മാർക്ക് വാങ്ങിച്ചെന്ന് പറഞ്ഞ് രൂക്ഷ അവളെ പൊക്കി പറയും. അതുകൊണ്ട് ഇനി തൊട്ട് ഞാൻ പന്നിക്കുട്ടി എന്ന് വിളിച്ച് കളിയാക്കത്തില്ലെന്ന് അവരൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവിടേക്ക് വരുന്ന യുവാനാണ് അവൾക്ക് ഈ തവണ നല്ല മാർക്ക് കിട്ടിയെന്ന് പറഞ്ഞ് അവളെ ഓർത്ത് സന്തോഷപ്പെടും. പക്ഷെ ലിന്നാണ് അവൾക്ക് നല്ല മാർക്ക് കിട്ടില്ലെന്ന് പറഞ്ഞ് വിഷമിച്ചിരിക്കുമ്പോൾ ഇത് കണ്ട് ഇവരെല്ലാരും കൂടെ അവളെ സമ്മാനപ്പെടുത്താൻ വേണ്ടി നമുക്ക് എല്ലാവർക്കും പരീക്ഷ കഴിഞ്ഞ സ്ഥിതിക്ക് പുറത്തുപോയി സൺറൈസ് കണ്ടിട്ട് വരാന്ന് പറഞ്ഞ് അവരെല്ലാം തീരുമാനം എടുക്കും. അതുകൊണ്ട് അടുത്ത ദിവസം ഇവർ ബാക്കി എല്ലാവരും വിളിച്ചുകൊണ്ട് അവിടെ ചെല്ലുമ്പോഴാണ് രാവിലെ കുറെ തണുപ്പുള്ളതുകൊണ്ട് രൂക്ഷയാണ് അവന്റെ കോട്ട് ഒരു ഷൗമി കൊടുക്കും. പക്ഷെ അതേസമയം യുവാൻ അവൾ കൊടുക്കാൻ വേണ്ടിയിരുന്ന അപ്പനാണ് ഇവൾ അവനോട് എടാ രൂക്ഷി നിന്റെ കോട്ട് എനിക്കെന്നാ പിന്നെ നിനക്ക് തണുക്കത്തില്ല? എന്നിട്ട് അവളും ചോദിക്കുമ്പോൾ അവനും തണുപ്പൊന്നുമില്ലെന്ന് പറയും. അപ്പനാണ് അവിടേക്ക് ലിന്നാണ് അവൾ മനഃപൂർവ്വം അവളുടെ കോട്ട് എടുത്ത് ബാഗ് വെച്ചിട്ട് യുവാന്റെ അടുത്ത് തണുക്കുന്ന പോലെ ഒന്ന് ആക്ഷൻ കാണിച്ചോണ്ടിരിക്കും. അപ്പനാണ് ഷൗമിയും നീ എന്താ കോട്ട് ഇടാത്തെന്ന് പറഞ്ഞ് ലിന്നോട് ചോദിക്കുമ്പോൾ രൂക്ഷയാണ് അടുത്ത് ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കും. അവൾ അവിടെ വെച്ച് കോട്ടും വരെ നീ കണ്ടില്ലേന്ന്. അതുകൊണ്ട് ഷൗമിയും മിണ്ടാതാകും. അതിനുശേഷം ഇത് കണ്ട് യുവാനായിരിക്കും അവന്റെ കോട്ടൂര് അവൾ കൊടുക്കുന്നത്. അപ്പനാണ് ഇതെല്ലാം കണ്ട് ജിന്നും ഷൗയു നിന്റെ കോട്ടൂര് എനിക്ക് തരാമോ, എനിക്ക് തണുക്കുന്നു. എന്നിട്ട് അവനും ചോദിച്ചോടെ അവളാണ് ദേഷ്യത്തി എടാ മരമണ്ട
നിനക്ക് നാണല്ലേ എന്റെ കോട്ട് ചോദിക്കാൻ? ഇതൊക്കെ ആണുങ്ങൾ റൊമാൻറ്റിക് ആയിട്ട് ചെയ്യണ്ടേ? എന്നിന് അവൾ പറയുമ്പോഴാണ് അവനും പക്ഷെ ഞാൻ നിന്നെ ഒരു ആൺകുട്ടിയായിട്ടല്ല കാണുന്നത്. എന്നിന് അവരൊക്കെ ചിരിച്ച് സംസാരിച്ചോണ്ടിരിക്കുമ്പോഴാണ് സണ്ണു റൈസ് ആവും. അതോടെ അവർ സന്തോഷിച്ച് ഓരോന്നൊക്കെ വിളിച്ചു പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ലിയാനെ പുറകെ ചെന്നിട്ട് കോളേജിലെങ്കിൽ എനിക്കൊരു പെണ്ണ് സെറ്റ് ആവണമെന്ന് പറഞ്ഞ് അവൻ പ്രാർത്ഥിക്കും. അതിനുശേഷം ഇവർ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്തോണ്ടിരിക്കുമ്പോഴാണ് ലിന്നാണ് അവളുടെ ഷൂ കീറിയിരിക്കുന്നുണ്ട്. ഇവരുടെ അടുത്ത് നിന്ന് ഫോട്ടോ എടുക്കാൻ തോന്നത്തില്ല. അതേസമയം യുവാൻ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴാണ് ഷൗമിയാണ് അവന്റെ അടുത്ത് സംസാരിക്കും. യുവാൻ നീ എന്തോ ഒറ്റയ്ക്ക് ഇരിക്കുന്നത്? നീ എന്തായാലും ആലോചിക്കണോ? എന്തിന് ഇവിടെ ചോദിക്കുമ്പോഴാണ് അവനും അങ്ങനൊന്നുമില്ല, ഒരു 10 വർഷം കഴിഞ്ഞിട്ട് നമ്മളൊക്കെ എന്തായിരിക്കും ആലോചിച്ചിട്ടുണ്ട് ഞാൻ. ഏതിന് ഇവനും പറയുമ്പോഴാണ് അവളും അങ്ങനെയാണ് എന്റെ ഇമാജിനേഷനിൽ നീ ഒരു സയന്റിസ്റ്റ് ആയിട്ട് മാറും. പിന്നെ നീ ലാബിലൊക്കെ കുറച്ച് എക്സ്പെരിമെന്റ് ഒക്കെ ചെയ്ത് ഫുള്ള് ബിസി ആയിരിക്കും. പിന്നെ രൂക്ഷി വലിയ ആക്ടറൊക്കെ ആയിട്ട് അവന്റെ കുറെ ഫാൻസ് ഒക്കെ കാണും. പിന്നെ ഞാനൊരു എഴുത്തുകാരായതുകൊണ്ട് ഞാൻ മിക്കുള്ള സമയം വീട്ടിൽ തന്നെ ആയിരിക്കും. ഏതിന് ഇവളും പറയുമ്പോഴാണ് അവൻ ഇത് കേട്ടിട്ട് അങ്ങനെയാണ് നിന്റെ ഇമാജിനേഷനിൽ നമ്മളെല്ലാരും ഓരോ സ്ഥലത്തായിരിക്കുമല്ലോ. ഏതിന് ഇവനും പറയുമ്പം അവളാണ് ഇത് കേട്ട് അങ്ങനൊന്നുമില്ല, വർക്കൊക്കെ ഓരോ സൈഡ് ഉണ്ടെങ്കിലും നമ്മളെല്ലാരും വീക്കെൻഡ് ഒരുമിച്ചുണ്ട് ഡ്രിങ്ക് ചെയ്ത് എൻജോയ് ചെയ്യും. ഏതിന് ഇവള് പറഞ്ഞോടെ അവനും എന്തുവാ ഡ്രിങ്ക് ചെയ്യുന്നോ? ഷൗമി ഡ്രിങ്ക് ഒന്നും അത്രയ്ക്ക് നല്ല കാര്യമില്ല, അതുകൊണ്ട് നമുക്ക് വേണേൽ ഫുഡ് കഴിക്കാം. ഏതിന് അവനും പറഞ്ഞ് പ്രോമിസ് ചെയ്യുമ്പം അവിടേക്കാണ് രൂക്ഷ വരും. ഞാനില്ല നിങ്ങൾ ഡീൽ ചെയ്യുന്നോ? ഞാനും കൂടെ ഉണ്ട്. ഏതിന് അവൻ വന്നോടെ ഷൗമിയും നീ വലിയ സ്റ്റാർ ഒക്കെ ആയിരിക്കും, നീ ഞങ്ങളോടെ ഒന്ന് ഫുഡ് കഴിക്കുമോ? ഷൗമി നീ എന്നെ ഒറ്റയ്ക്കൊക്കെ നോക്കുമല്ലേ? ഏതിന് അവനും പറഞ്ഞ ഉടനെ അവളാണ് ചിരിച്ചിട്ട് എങ്കിൽ പിന്നെ 10 വർഷം കഴിഞ്ഞിട്ട് നമ്മൾ ഒരുമിച്ച് വീക്കെൻഡ് ഡേയ്സ് ഒരുമിച്ച് ഇന്ന് ഫുഡൊക്കെ കഴിക്കണം. ഏതിന് അവരും പ്രോമിസ് ചെയ്യുമ്പോഴാണ് ആ ചാൻസ് യൂസ് ചെയ്ത് രൂക്ഷയാണ് അവളുടെ കൈ പിടിക്കും. അപ്പനാണ് ഇത് കണ്ട് ഇവാനും നമ്മളായിട്ട് ഇവരെ ഡിസ്റ്റർബ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അവൻ അപ്പം തന്നെ അവിടെ നിന്ന് പോകും. അപ്പനാണ് അവൻ അവളോട് ഇതിപ്പോ നമ്മുടെ ഫ്രണ്ട്ഷിപ്പിന്റെ ഡീലൊക്കെ കഴിഞ്ഞ് ഇനി നമ്മൾ തമ്മിൽ ഒരു ഡീൽ ഇട്ടാലോ? ഏതിന് അവൻ എന്താ ചെവി പറഞ്ഞ് ഇവളുടെ അടുത്ത് പ്രോമിസ് ചെയ്യുമ്പോഴാണ് അവളാണിത് കേട്ട് എങ്കിൽ പിന്നെ നീ പ്രോമിസ് ബ്രേക്ക് ചെയ്യില്ലേ? ഞാനും ബ്രേക്ക് ചെയ്യത്തില്ല. എന്നിട്ട് അവൾ പറയുമ്പോൾ അവനും നിനക്ക് എന്നെ വിശ്വസിക്കാം, ഒരു പ്രോമിസ് ചെയ്തില്ല ഞാൻ ചെയ്തില്ലെങ്കിൽ നീ വേണം എന്നെ കടിച്ചോ. എന്നിട്ട് അവർ രണ്ടുപേരും കൂടെ സംസാരിച്ചോണ്ടിരിക്കും. അതിന് ശിവ രണ്ടുപേരും കൂടെ ഷൗമി വീട്ടിൽ കൊണ്ടാക്കാൻ പോകുമ്പോഴാണ് യുവാനാണ് പെട്ടെന്ന് അവൾ ഹഗ് ചെയ്യും. ഇതേ സമയം രൂക്ഷി ഇത് കണ്ട് കുറച്ച് ഷോക്കായിരിക്കുക. അതിനെ ശിവാനും അവന്റെ ഫാമിലിയോട് കൂടെ കുറച്ച് ദിവസം വെക്കേഷനിൽ പോകാന്ന് പറഞ്ഞ് രൂക്ഷിയും കൂടെ ഹഗ് ചെയ്യും. അപ്പോഴാണ് ഇതേടെ ഷൗമിയും കുറച്ച് ദിവസം വെക്കേഷൻ അല്ലേ, നമുക്ക് പിന്നെ സ്കൂളിൽ വെച്ച് കാണാമല്ലോ. എന്നിട്ട് ഇവളും പറഞ്ഞിട്ട് പോകുമ്പം ഇവനാണ് കുറച്ച് വിഷമിച്ച് നമുക്ക് വീട്ടിൽ പോകണമെന്ന് പറഞ്ഞ് രൂക്ഷിയെ വിളിച്ചോണ്ട് പോകാൻ നോക്കും. അപ്പോഴാണ് അവൻ അവിടെ തന്നെ നിൽക്കുന്നത്. ഹ്യുവാൻ അപ്പൊ നീ എന്നോട് സത്യം പറയാൻ പോകുന്നില്ല, എന്റെ അടുത്തിരുന്നും നിനക്ക് സത്യങ്ങൾ മറയ്ക്കണം. ഏതിന് ഇവൻ ചോദിക്കുമ്പോഴാണ് അവനും എന്ത് സത്യമാടാ, നിന്റെ ഫേസ് ഒന്ന് ഡൾ ആയിട്ടിരിക്കുന്നത്, ആന്റിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? എടാ യുവാൻ നീ ടോപ്പിക്ക് മാറ്റാതെ സത്യം പറ, നീ വെക്കേഷന് പോവാണോ അല്ലെ ജർമ്മനിലേക്ക് പോവാണോ? എന്നിന് ഇവനും ചോദിച്ചോടെ യുവാനാണ് ഷോക്കായി പോകും. അപ്പോഴാണ് അവനും എടാ നീ എന്റെ അടുത്ത് എന്തിനാ സത്യം പറയാത്ത? അപ്പൊ നീ ഇനി മുതൽ ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ട് കാണത്തില്ല. എടാ രൂക്ഷി എങ്കിൽ പിന്നെ നീ ചെയ്യുന്ന മാത്രം എന്തുവാ? എന്തായാലും നിനക്ക് അറിയാൻ സ്ഥിതിക്ക് ഞാൻ തന്നെ പറയാം, എനിക്ക് പണ്ട് തൊട്ടേ ഷൗമി ഇഷ്ടമായിരുന്നു. എന്നിന് അവനും പറയുമ്പോഴാണ് ഇതേടെ രൂക്ഷിയും എങ്കിൽ പിന്നെ നീ ജർമ്മനിലേക്ക് പോകുന്നത് ഞാൻ കാരണമാണോ ഇല്ല അവൾക്ക് വേണ്ടിയാണോ? നീ അതിനെ കുറിച്ച് ഓർത്തൊന്നും വിഷമിക്കണ്ട, എന്തായാലും അവൾക്ക് ഇഷ്ടം നിന്നെയാന്ന് എനിക്കറിയാം. കൂടുതലൊന്നും പ്രൗഡായിട്ട് ഫീൽ ചെയ്യണ്ട, ഞാൻ ഫുൾ ടൈം അവളുടെ പുറകെ തന്നെ വരാത്തോണ്ട നീ അവളെ സെറ്റാക്കിയ. എന്നിന് ഇവനും പറയുമ്പം രൂക്ഷിയാണ് ചിരിക്കും. അപ്പോഴാണ് അവനും എടാ രൂക്ഷി എന്റെ വീട്ടിലെ മുമ്പേ തീരുമാനം അത്, അതുകൊണ്ട് ഞാൻ ജർമ്മനി പോയി പഠിക്കുന്ന കാര്യം നീ ഷൗമിയോട് പറയില്ല, കാരണം ഞാൻ ഇവിടെ നിന്ന് പോയാൽ അവൾ വിഷമിക്കുമെന്ന് എനിക്കൊരു പേടിയുണ്ട്, എന്നെ കൊണ്ട് അവൾ വിഷമിക്കുന്ന കാണാനും സഹിക്കത്തില്ല. ഏതിന് ഇവൻ പറയുമ്പോഴാണ് അവനും പക്ഷെ നീ പോയതിനു ശേഷം അവൾ എന്തായാലും സത്യം അറിഞ്ഞ് വിഷമിക്കത്തില്ല, അപ്പൊ നീ എന്ത് ചെയ്യും? അതിനല്ലടാ നീ ഉള്ള, നിനക്കൊക്കെ അവളെ സമാനപ്പെടുത്താന്നേ ഉള്ളു, അതുമല്ലാതെ എനിക്ക് അവളോട് പറയാൻ ധൈര്യമില്ലെന്ന് നീ വിചാരിച്ചാൽ മതി. അതുകൊണ്ട് പ്ലീസ് അവൾ വിഷമിക്കുവാണ് നീ വേണം അവളെ സമാനപ്പെടുത്താൻ. അവൾ കാണാൻ കുറച്ച് സ്ട്രോങ് ആണെങ്കിലും അവൾ നമ്മളെല്ലാരും കുറെ അധികം സ്നേഹിക്കുന്നുണ്ട്, അതുകൊണ്ട് നമ്മളൊക്കെ അവൾ ഉപേക്ഷിച്ചിട്ട് പോയാൽ അവൾക്ക് നല്ലോണം ഹേർട്ടാവും. എന്ന് ഇവനും പറയുമ്പോഴാണ് അവനും നീ ഒന്നും വിഷമിക്കണ്ടാ, അവൾ മൊത്തത്തിൽ സ്ട്രോങ് ആടാ, നമ്മൾ വിചാരിക്കുന്നതല്ല. എങ്കിൽ പിന്നെ നീ പോകുമ്പോ നമുക്കൊരു ഗെയിം കളിച്ചാലോ? എന്നിട്ട് അവൻ യുവാനെ വിളിച്ചിട്ട് അവിടെ നിന്ന് പോകാൻ നോക്കുമ്പോഴാണ് അവൻ അവസാനമായിട്ട് ഷൗമി ഓർത്ത് ഫീൽ ചെയ്തോണ്ടിരിക്കും. അങ്ങനെ അതോടെ നമ്മൾ ഇന്നത്തെ എപ്പിസോഡ് എടുത്തിരുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്തിട്ട് മറക്കാതെ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഷെയർ ചെയ്യുക. സോ ഇനിയിപ്പോൾ നമ്മൾ അടുത്ത എപ്പിസോഡിൽ കാണാം.